കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ രസകരമായ ഒരു സംഭവമാണ് ഹരിയാനയിൽ ഉണ്ടായത്. ശംഭു അതിർത്തിയിൽ ബാരിക്കേഡ് കെട്ടി കർഷകരെ തടഞ്ഞതിന് 3 IPSകാരടക്കം 6 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ധീരതയ്ക്കുള്ള പോലീസ് മെഡൽ സമ്മാനിക്കാൻ ഹരിയാന സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത്? സമരം ചെയ്യാൻ വന്നത് ഇന്ത്യക്കാരാ, ഇന്ത്യയിലെ പൗരന്മാരാ. അവർക്ക് ഡൽഹിയിൽ വരാനും അവിടെ സർക്കാരിനെതിരെ പ്രക്ഷോഭം നയിക്കാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉള്ളവരാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ബാരിക്കേഡ് കെട്ടി തടയാൻ പറ്റുമോ? അവരെ ഈ ശംഭു അതിർത്തിയിൽ തടഞ്ഞു എന്നുള്ളത് ശരിയാ. അതൊരു വലിയ ധീരകൃത്യമായിട്ടാണ് ഹരിയാന സർക്കാർ ഇപ്പോൾ കണക്കാക്കുന്നത്. എന്തൊരു നാണം കെട്ട പോലീസാണ്, അല്ലെങ്കിൽ എന്തൊരു നാണമില്ലാത്ത സർക്കാരാണ്. പോലീസുകാർക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. അതായത് ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി, കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി അസാമാന്യമായ ധീരതയും അതുപോലെ തന്നെ മികവും സമർപ്പണവും പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന ഈ അവാർഡാണ് പഞ്ചാബിൽ നിന്നുള്ള പാവപ്പെട്ട കർഷകരെ തടയാൻ നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നത്. ഈ BJP സർക്കാരിൻ്റെ മോദി ഭരണത്തിൻ്റെയൊക്കെ കീഴിൽ അധികാര സ്ഥാനങ്ങളൊക്കെ ഏത് വരെ പോകും, ഏതറ്റം വരെ പോകും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 6 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ധീരതയ്ക്കുള്ള മെഡൽ കൊടുക്കാനുള്ള തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത്. സമരവീര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ കർഷകരെ അങ്ങനെ ചെറുതാക്കി കാണിക്കണ്ട കേട്ടോ. സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ കർഷകരുടെ പ്രക്ഷോഭങ്ങളുടെ ചരിത്രം ഇതൊക്കെ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് പോലും 1988 മഴയിലും വെയിലിലും പ്രളയത്തിലുമൊക്കെ പാടത്ത് പണിയെടുത്ത് രാജ്യത്തിന് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ആളുകൾ, അവർക്ക് കൃഷിപ്പണി മാത്രമല്ല അറിയാവുന്നത്, പോരാടാനും അറിയാം. 1988 ഫെബ്രുവരിയിൽ ടിക്കായത്ത് എന്ന് പറയുന്ന BKU നേതാവിൻ്റെ നേതൃത്വത്തിൽ ഭാരത് കിസാൻ യൂണിയൻ മീററ്റിൽ നടന്നൊരു സമരം റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. ലക്ഷക്കണക്കിന് കർഷകരാണ് അവിടെ സബ് ഡിവിഷണൽ ഓഫീസറുടെ ആസ്ഥാന മന്ദിരത്തിന് ചുറ്റും തമ്പടിച്ച് സമരം ചെയ്തത്. ദിവസങ്ങളോളം, എത്ര ദിവസം ആ സമരം നീണ്ടു നിന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പോലീസുമായിട്ടുള്ള സംഘർഷത്തിൽ വെടിയേറ്റ് മരിച്ച 7 കർഷകരുടെ മൃതശരീരങ്ങൾ മഞ്ഞുകട്ടയിൽ പൊതിഞ്ഞ് ഈ ഓഫീസിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. പിന്നീട് ടിക്കായത്ത് ഡൽഹിയിലും ബോട്ട് ക്ലബ് മൈതാനത്ത് ഇതുപോലെ നീണ്ട സമരം നടത്തുകയുണ്ടായി. ഒപ്പം ഓർക്കേണ്ടത് ഈ 2ാം മോഡി സർക്കാരിൻ്റെ കാലത്ത് ഈ ഗവൺമെൻറ്റിനെ അവർ മുട്ടുകുത്തിച്ചതാണ്. അവരെ ചെറുതായി കാണരുത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഭരിച്ച നാടാണിത്. രാഹുൽ ഗാന്ധി കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ കൊടി എന്നും ഉയർത്തിപ്പിടിക്കാൻ താങ്കളും തയ്യാറാവണം. കാർഷികോൽപ്പന്നങ്ങളുടെ മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ കർഷകർ ഇന്ന് സമരരംഗത്താണ്. ഹരിയാന അതിർത്തിയിൽ, ഹരിയാന അതിർത്തിയിൽ പഞ്ചാബിൽ നിന്ന് വന്ന കർഷകരെ തടഞ്ഞു വച്ചിരിക്കുക. ശംഭു എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ വാഹനങ്ങൾ അടക്കം തടഞ്ഞു വച്ചിരിക്കുക. 15,000-ഓളം കർഷകർ ഇപ്പോഴവിടെ തമ്പടിച്ചു കിടക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 12 വന്നതാണ്. അവരെ കടത്തിവിടാൻ ഹരിയാന സർക്കാർ തയ്യാറാവുന്നില്ല. അവർ ഡൽഹി മാർച്ച് എന്ന പേരിൽ ഡൽഹിയിലെത്തി അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ച് സമരത്തിനു വേണ്ടി വന്നവരാണ് ഈ കർഷകർ. പക്ഷേ ഈ ഫെബ്രുവരി 12 മുതൽ അവിടെ കാത്തു കിടന്നിട്ടും സർക്കാർ അവരെ അനുവദിക്കുന്നില്ല. ഒടുവിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി കർഷകർക്ക് അനുകൂലമായ ഒരു വിധി പ്രസ്താവിച്ചു. അവരെ ഡൽഹിയിലേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോയിരിക്കുകയാണ് ഹരിയാന സർക്കാർ. അവർ പറയുന്നത് കവചിത വാഹനങ്ങളുമായിട്ടാണ് ഈ കർഷകർ വന്നിരിക്കുന്നതെന്നാണ്. എന്ന് വെച്ചാൽ യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കവചിത വാഹനങ്ങൾ. ഹരിയാന സർക്കാരിൻ്റെ വാദം കേട്ടാൽ ചിരി വരും. ഈ പാവപ്പെട്ട കർഷകർ ഇനി ഡൽഹിയിൽ ചെന്നിട്ട് അവിടെ വലിയ കലാപം ഉണ്ടാക്കും.
യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാക്കും, ചിലപ്പോൾ മോദിയെ താഴെ ഇറക്കി ഭരണത്തെ അട്ടിമറിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണമാണ് ഈ കർഷകർക്കെതിരായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് വഴങ്ങാൻ കർഷകര് തയ്യാറല്ല. അവരവിടെ കിടക്കുകയാണ്. അവരുടെ പ്രതിനിധികളാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വന്നത്, രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നത്. അവർ ഈ ബജറ്റിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചതാ? നമ്മുടെ നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതിപ്പോയി. ഒന്നും ഉണ്ടായില്ല. അത് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ബജറ്റാ. അല്ലെങ്കിൽ ആന്ധ്ര, ബീഹാർ പോലെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബജറ്റായിരുന്നു. സാധാരണ കർഷകർക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല. അവരുടെ പ്രശ്നങ്ങളൊന്നും അതിൽ അഡ്രസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവർ പ്രതിപക്ഷ നേതാവിനെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചതും അദ്ദേഹം അവരെ അവിടേക്ക് ക്ഷണിച്ച് വരുത്തിയതും.